ഹലോ മക്കളെ, അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മള് കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ അല്ലെ, രണ്ട് കിങ്ഡവും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കിങ്ഡം ആനിമേലിയയുടെ ഡിവിഷൻസ് അല്ലെ, ഓരോ ഫൈലമായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. പോറിഫറ, നിഡേറിയ, സീലൻട്രീറ്റ എന്ന് പറഞ്ഞിട്ട് കുറെ ഫൈലംസ് ആയിട്ട് നമ്മൾ പഠിച്ചു. പ്ലാന്റേ അല്ലെ, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനാസ്പേംസ്, ആൻജിയോസ്പേംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മള് നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിനെ അല്ലെ പുതുതായിട്ടൊരു റീഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെ എങ്ങനെയാണ് ഇതിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മള് പുതിയൊരു കാറ്റഗറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പലരും കേട്ടിട്ടുണ്ടാവും അല്ലെ, കൊറോണ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈറസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വൈറസസ്. സോ വൈറസസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, one of the classification methods include virus അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ഡൗട്ട് തോന്നുന്നു, എല്ലാരും പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞു, ആനിമൽസ് കുറെ വെള്ളത്തിലുള്ള ആനിമൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഈ വൈറസ് എന്താ സംഭവം? ഈ വൈറസിനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ, ഒരു ക്ലാസിഫിക്കേഷനിലും വൈറസിനെ പറ്റി പറയുന്നില്ലല്ലോ എന്ന് ഒരു കുട്ടിക്ക് ഡൗട്ട് തോന്നുകയാണ്. നിങ്ങൾക്ക് ആ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? വൈറസിനെ പറ്റി ഇത്രയും നേരം എന്താ പറയാതിരുന്നത് അല്ലെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ, വൈറസിന് ഒരു ക്യാപ്സിഡ് ഉണ്ട് ആൻഡ് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. എന്താ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമൻ ബീങ്ങിനാണെങ്കിൽ എന്താണത്? DNA അല്ലെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA ഉണ്ട്. വൈറസിന് എന്താണത്? RNA എന്ന് പറയുന്ന ഒരു എന്താണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെ, റൈബോ ന്യൂക്ലിക് ആസിഡ്. സോ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇവിടെ ഇങ്ങനെ ഇതായി കാണുന്നതാണ് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്തിന്റെ? വൈറസിൻ്റെത്. ഓക്കെ, സോ വൈറസസ് have a simple structure divided of cytoplasm, cell organelles and nucleus. അതെന്താ അങ്ങനെ? നോക്കിക്കേ, വൈറസിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. വൈറസിന് സൈറ്റോപ്ലാസം ഇല്ല, സെൽ ഓർഗനൽസ് ഇല്ല അല്ലെ. നമ്മൾ പഠിച്ച സെൽ ഓർഗനൽസ് ഏതൊക്കെയായിരുന്നു? മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഒന്നുമില്ല. ന്യൂക്ലിയസും ഇല്ല. വൈറസിന് എന്തില്ല? ന്യൂക്ലിയസും ഇല്ല, സെൽ ഓർഗനൽസും ഇല്ല, സൈറ്റോപ്ലാസും ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ സെല്ലുണ്ടോന്ന്. കാരണം ഒരു സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് വേണം, സൈറ്റോപ്ലാസം വേണം, സെൽ ഓർഗനൽസ് ഒക്കെ വേണം. Genetic materials, DNA or RNA, are found inside an outer protein coat called capsid. വൈറസിന് RNA തന്നെയാണ് അധികം ഉണ്ടാവുക, DNA ഉണ്ടാവുന്ന റെയർ ആണ്. ആൻഡ് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഈ പിക്ചറിൽ കണ്ടതുപോലെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊരു ഔട്ടർ കവറിംഗ് ഉണ്ടാവും. ആ ഔട്ടർ കവറിംഗിന് പറയുന്ന പേരെന്താണ്? ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു ഔട്ടർ കവറിംഗ്. ജസ്റ്റ് ഒരു ജനറ്റിക് മെറ്റീരിയൽ, ഈ കാണുന്ന പോലെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. ഇതിനൊരു ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഒരു ക്യാപ്സിഡ് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇതിന് വേറെ ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ഇല്ല, സെൽ ഓർഗനൽസ് ഒന്നുമില്ല. ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, ഒരു ഔട്ടർ ഒരു പ്രോട്ടീൻ കോട്ട്, അതിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ വൈറസ് ആയി. ഇത് സിമ്പിൾ ആണല്ലേ. They infect a wide variety of organisms including plants, animals, bacteria and archaea. ഇവരെന്ത് ചെയ്യാറുണ്ട്? ഈ വൈറസ് പോയിട്ട് എന്ത് ചെയ്യും? ഇൻഫെക്ട് ചെയ്യും. പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യും, ആനിമൽസിന് അല്ലെ, ആനിമൽസിനൊക്കെ ഒത്തിരി അസുഖങ്ങളൊക്കെ തരാറുണ്ട് വൈറസസ് അല്ലെ. ബാക്ടീരിയ, ആർക്കി, ഇതിനെല്ലാം പോയിട്ട് എന്ത് ചെയ്യും? ഇൻഫെക്ട് ചെയ്യും വൈറസസ്. Organisms having the ability to reproduce, respond to the environment, to grow and do metabolic activities are included in the process of classification. Viruses cannot multiply without the help of a host cell. അത് പ്രധാനപ്പെട്ടതാണ്. വൈറസിന് ഒറ്റയ്ക്ക് വൈറസ് നിൽക്കുകയാണെങ്കിൽ വൈറസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? വൈറസ് കാനോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. വൈറസസിന് ഇങ്ങനെ പെറ്റുപെരുകാൻ വേണ്ടി പറ്റത്തില്ല. എപ്പോഴാ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്റ്റ് സെല്ല് കിട്ടണം. അതായത് വൈറസിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റ് വേണം. എന്നാൽ മാത്രമേ വൈറസ് എന്ത് ചെയ്യത്തുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. They are inactive outside any living cell. ഒരു ജീവനുള്ള സെല്ലിന്റെ പുറത്ത്, ജീവനുള്ള സെൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരു ഹോസ്റ്റ് സെൽ ഉണ്ടെങ്കിൽ മാത്രമേ വൈറസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ്, ഒരു ലിവിങ് സെല്ലിന്റെ പുറത്ത്, ഒരു ജീവനില്ലാത്ത സെല്ലിന്റെ പുറത്താണ് അതിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് അതൊന്നും ചെയ്യാനുണ്ടാവില്ല. അതും മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നോളും.
Due to these unique characteristics, they are not included in any category of the current sixth kingdom classification. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ അത് മൾട്ടിപ്ലൈ ഉള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, അത് ഇനാക്റ്റീവാ. അപ്പം ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് അല്ലെ, അതിന് സെൽ വാൾ ഇല്ല, ഐ മീൻ ന്യൂക്ലിയസ് ഇല്ല, സൈറ്റോപ്ലാസം ഇല്ല, സെൽ ഓർഗനൽസ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ജനറ്റിക് മെറ്റീരിയലും അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടും മാത്രം. ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഉള്ളിൽ എവിടെയും നമുക്ക് വൈറസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബാക്ടീരിയയുടെ അകത്ത് വരത്തില്ല, ആർക്കിയിൽ വരത്തില്ല, പ്ലാന്റയിൽ വരത്തില്ല, അനിമേലിയയിൽ വരത്തില്ല, മൊനീറയിലും വരത്തില്ല, ഐ മീൻ പ്രോട്ടിസ്റ്റയിലും വരത്തില്ല, ഫഞ്ചയിലും വരത്തില്ല. ഓക്കെ, ഒന്നിലും വരത്തില്ല. ഇന്ന് വേറെ യുണീക്ക് ആയിട്ടുള്ള അല്ലെ, ഒരു സെല്ലിന്റെ പുറത്താണെങ്കിൽ മാത്രം, ലിവിങ് സെല്ലിൽ മാത്രമാണെങ്കിൽ അത് ആക്റ്റീവ് ആവത്തുള്ളൂ അല്ലെ, ഒരു ഹോസ്റ്റ് സെൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. Viruses and classification. Viruses could not be included in any category of the sixth kingdom classification system. നമ്മൾ പറഞ്ഞു. However, considering their structure, mode of division, genes, etc., virologists and taxonomists have classified viruses into families, genus, and species which are meant only for them. അപ്പം അയ്യോ ഇത് എവിടെയും കിടക്കുകയാണല്ലോ, ഇത് ഒന്നിനും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സയന്റിസ്റ്റ് എന്ത് ചെയ്തു, വേറെ ഒന്നിലും പെടാത്ത കുറച്ച് ഫാമിലി ആക്കി, കുറച്ച് ജീനസും സ്പീഷീസും ആക്കിയിട്ട് എന്ത് ചെയ്തു, വൈറസിനെ അങ്ങ് ക്ലാസിഫൈ ചെയ്തു. Okay, this classification of viruses helps scientists to study their nature, evolution, development, etc., and develop methods to combat viral diseases. അപ്പൊ നമുക്ക് വൈറസസ് ഒക്കെ ഒത്തിരി അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ആക്കുന്നുണ്ട് അല്ലെ, ഒത്തിരി അസുഖങ്ങളൊക്കെ വൈറസ് പരത്തുന്നുണ്ട്. അപ്പം അത്തരം അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു റെമഡി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ വേണം അല്ലെ. വൈറസിനെ പറ്റി ഒത്തിരി പഠനങ്ങളൊക്കെ നടത്തിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വൈറൽ ഡിസീസസിന്റെ കാര്യങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വൈറസസിനെ പറ്റി പഠിക്കുന്ന ശാഖകള് കുറച്ച് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. Isn't it clear that none of the classification methods are complete? അപ്പൊ നമുക്ക് മനസ്സിലായി ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരെണ്ണം പോലും കംപ്ലീറ്റും അല്ല അല്ലെ. ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ് അല്ല. നമ്മളെ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗാനിസത്തിനെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ജീവികളുടെ ആൾക്കാരെയും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വൈറസസിനെ പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി വൈറസസിനെ പെടുത്തിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ബാക്കിയുള്ള ജീവജാലങ്ങളൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിഫിക്കേഷനും കറന്റ്ലി ഉള്ള ഒറ്റ ക്ലാസിഫിക്കേഷനും ഒരു കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. Efforts to develop more scientific classification methods are going on. കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്സ് സയന്റിഫിക് ടീമിന്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്. ഓക്കെ, അത്രയാണ് വൈറസസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ വൈറസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ജനറ്റിക് മെറ്റീരിയലും ഉണ്ട്, DNA-യോ RNA-യോ ഉണ്ടാവും, അതിന് ചുറ്റും ഒരു ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും. അത്രയാണ് വൈറസ് ഉള്ളൂ. ഓക്കെ, അത് ന്യൂക്ലിയസ് ഒന്നും ഇല്ല. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് എവല്യൂഷണറി ട്രീ. The biodiversity of Earth was developed as a result of the evolutionary processes. അല്ലെ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, എർത്തിലെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യം അല്ലെ. എന്തോരം ജീവികളുണ്ട്, എന്തോരം സസ്യങ്ങളുണ്ട് അല്ലെ. ഒരു ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജീവജാലങ്ങളും പക്ഷി, മൃഗ, ജന്തു ജാലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്? എവല്യൂഷണറി പ്രോസസ് അല്ലെ, പരിണാമത്തിലൂടെയാണ്. പെട്ടെന്ന് ഒരു മനുഷ്യനെ ഉണ്ടാവുകയല്ല ചെയ്തത് അല്ലെ. ഓരോ ജീവിയും ഇങ്ങനെ പരിണമിച്ച് മനുഷ്യന്മാരായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. കുറെ ജീവികൾ അങ്ങനെ ജീവിച്ചു വരുന്നുണ്ട്. The evolutionary relationship between different organisms can be illustrated as branches of a tree. This is called an evolutionary tree.
അപ്പം ഓരോരോ ജീവിയുമായിട്ട് അല്ലെ പരിണാമത്തിലുള്ള ബന്ധം അല്ലെ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമുക്ക് ഇങ്ങനെ ഒരു മരത്തിന്റെ ശാഖ പോലെ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. Here, the place where branches develop indicate ancestral organisms. നമുക്ക് ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മള് ആൻസിസ്ട്രൽ ഓർഗാനിസത്തില് നമുക്ക് കാണാൻ പറ്റും. The classification becomes more accurate by illustrating evolutionary relationship. It helps in developing an in-depth understanding about biodiversity. അപ്പൊ നമ്മള് എവല്യൂഷണറി ട്രീ വെച്ചിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻഡെപ്ത് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. And short, the evolutionary tree plays a crucial role in the studies of classification. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഓരോരോ ഓർഗാനിസവും അതിന്റെ പെക്യുലാരിറ്റീസും നോക്കിക്കേ. ഫസ്റ്റ് ഇതാണ് ഓർഗാനിസംസ് ആൻഡ് പെക്യുലാരിറ്റീസ് ആണ് നോക്കുന്നത്. ലങ് ഫിഷ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന് അതിന് സ്കള്ളുണ്ട്. സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി ഉണ്ട്, അതിന് ഫോർലിംസ് ഇല്ല, ഹെയർസ് ഒന്നുമില്ല, അത് പാല് കൊടുക്കത്തില്ല, ലാക്ടേഷൻ ഇല്ല. ഓക്കെ, ഇനി നമ്മള് വാൾ ലിസാർഡിലേക്ക് വരാണ്. വാൾ ലിസാർഡിലേക്ക് വരുമ്പം അതിന് സ്കള്ളുണ്ടോന്ന് ചോദിച്ചാൽ സ്കള്ളുണ്ട് അല്ലെ. വാൾ ലിസാർഡ് കണ്ടിട്ടില്ലേ നിങ്ങള്? സ്കള്ളുണ്ട്, ഫോർലിംസ് ഉണ്ട്, ഹെയർ ഉണ്ടോ? ഇല്ല. ലിസാർഡിന് ഹെയർ ഇല്ല, ലാക്ടേഷൻ ചെയ്യുന്നുമില്ല അല്ലെ, അത് പാല് കൊടുക്കുന്നൊന്നുമില്ല. ഇനി പട്ടി അല്ലെ, ഡോഗിലേക്ക് വരികയാണ്. വാൾ ലിസാർഡ് എന്ന ഡോഗിലേക്ക് വരുമ്പം അതിന് സ്കള്ളുണ്ടോ അല്ലെ? നമ്മള് ഒരു സ്കള്ളുണ്ട്, തലയുണ്ട്, തലയോട്ടി ഉണ്ട്, സ്കള്ളുണ്ട്. ഫോർലിംസ് ഉണ്ടോ? ഫോർലിംസ് ഉണ്ട്. ഇനി ഹെയർ ഉണ്ടോ? ഡോഗിന്റെ പുറത്ത് ഹെയർ ഇല്ലേ? ഉണ്ട്. ഇനി ലാക്ടേഷൻ ഉണ്ടോ അല്ലെ? പാല് കൊടുക്കുന്നില്ലേ? ലാക്ടേഷൻ ഉണ്ട്. അപ്പൊ നമ്മള് അടുത്തത് ഡോഗും കഴിഞ്ഞ മനുഷ്യനെ നോക്കാണ്, മാനിനെ നോക്കാണ്. മാനിനെ നോക്കുമ്പോ മാനിന് സ്കള്ളുണ്ട്, ഫോർലിംസ് ഉണ്ട്, ഹെയർ ഉണ്ട്, ലാക്ടേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങള് ആദ്യം നോക്കുന്ന സമയത്ത് കുറച്ചെണ്ണം ഉണ്ട്, കുറച്ച് ഉള്ളൂ, കുറെ ഇല്ലാത്തതുണ്ട്. പക്ഷെ ഇതിലേക്ക് നോക്കുമ്പോൾ കുറെ ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്ത് മാനിലേക്ക് എത്തിയ സമയത്തേക്ക്, ലങ് ഫിഷിൽ നിന്നും മാനിലേക്ക് എത്തിയ സമയത്തേക്ക് അല്ലെ, ഒരു എവല്യൂഷൻ അവിടെ നടന്ന സമയത്തേക്ക് മറ്റേ ജീവികൾക്ക് ഇല്ലാത്ത കുറെ പ്രത്യേകതകൾ എന്തിനുണ്ട്, ഈ മനുഷ്യന് ഉണ്ട്. നിങ്ങൾ ഇത് നോക്കിയേ, അതായത് ഈ ഫോർലിംസ് ഇവിടെയാണ്, ഫോർലിംസ് ഇതിന്റെയാണ്. ലങ് ഫിഷിന് ഫോർലിംസ് ഇല്ല, പക്ഷെ ഫോർലിംസ് ഉള്ള ആൾക്കാര് വാൾ ലിസാർഡിനുണ്ട് ഫോർലിംസ്, അതുപോലെ തന്നെ ഡോഗിനുണ്ട് ഫോർലിംസ്, മാനിനുണ്ട് ഫോർലിംസ് അല്ലെ. ഫോർലിംസ് നോക്കി നിങ്ങള്, വാൾ ലിസാർഡിനുണ്ട്, ഡോഗിനുണ്ട്, മാനിനുണ്ട് ഫോർലിംസ്. ഓക്കെ, ഫോർലിംസ്. ലങ് ഫിഷിന് ഫോർലിംസ് ഇല്ല. ഇനി ഹെയറും ലാക്ടേഷനും നോക്കിക്കേ നിങ്ങള്, ആർക്കാണ് ഹെയറും ലാക്ടേഷനും ഉള്ളത്? ഹെയറും ലാക്ടേഷനും ഉള്ളത് ആർക്കാണ്? ഈ രണ്ട് ഹെയറും ലാക്ടേഷനും വരുന്നത് വാൾ ലിസാർഡിന് ഹെയറും ലാക്ടേഷനും ഇല്ല, ലങ് ഫിഷിന് ഹെയറും ലാക്ടേഷനും ഇല്ല. വാൾ ലിസാർഡിന് ഹെയറും ലാക്ടേഷനും ഇല്ല, ലങ് ഫിഷിനും എന്തില്ല, ഹെയറും ലാക്ടേഷനും ഇല്ല. അപ്പൊ ഹെയറും ലാക്ടേഷനും ഉള്ളത് ആർക്ക് മാത്രമാണ്? ഈ ഡോഗിനും മാനിനും മാത്രമാണ് ഹെയറും ലാക്ടേഷനും ഉള്ളത് അല്ലെ. ഡോഗിനും ഉണ്ട്, മാനിനും ഉണ്ട് ഹെയറും ലാക്ടേഷനും. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലെ, ഇവിടെ ഡോഗും മാനിനും മാത്രമേ ഹെയറും ലാക്ടേഷൻ. അപ്പം ഒരു ജീവിയിൽ നിന്ന് വേറെ ജീവിയിലേക്ക് വരുന്നതിനനുസരിച്ച് ഓരോരോ പെക്യുലാരിറ്റി ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ എവല്യൂഷണറി ട്രീ എന്ന് പറയുക അല്ലെ. ഒരു പരിണാമമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫോർലിംസ്, ഹെയർ അല്ലെങ്കിൽ ലാക്ടേഷൻ ഒക്കെ കാണുന്നത് ഡോഗിനും മാനിനും മാത്രമേ ഉള്ളൂ. ബാക്കി ലങ് ഫിഷിനൊന്നും ഇല്ല, ഈ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഒരു ജീവിക്ക് ഇല്ലാത്ത കാര്യങ്ങള് ഇങ്ങനെ വേറെ ജീവിയിലേക്ക്, ഹയർ ഓർഗാനിസത്തിലേക്ക് വരുമ്പം പുതിയ ഫീച്ചേഴ്സ് ഇവോൾവ് ചെയ്ത് വരും. അങ്ങനെ ഇവല്യൂഷനെ പറ്റി പഠിക്കുന്ന അതൊരു ട്രീയുടെ ഹെൽപ്പോട് കൂടി പഠിക്കുന്നു. അത്രയേ ഉള്ളൂ ഇവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, the most modern technology for classifying organisms is DNA barcoding. Okay, most modern technology for classifying organism അല്ലെ, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നത് DNA ബാർകോഡിംഗ് ആണ്. മോസ്റ്റ് മോഡേൺ ടെക്നോളജി DNA ബാർകോഡിംഗ് ആണ്. അപ്പം എന്താണ് DNA ബാർകോഡിംഗ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അല്ലെ. നിങ്ങൾ ഇവിടെ ഒരു ബാർകോഡൊക്കെ കാണുന്നുണ്ടല്ലേ, ഇതാണ് DNA കേട്ടോ. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെ, ഡബിൾ സ്റ്റാൻഡേർഡ്, 2 സ്റ്റാൻഡ് ഉള്ള ഒരു ഹെലിക്കൽ ഷേപ്പ് എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഹെലിക്കലി ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ് ഇതിന്റെ ബാർകോഡിംഗ്. DNA ബാർകോഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്.
DNA barcoding is the technology of classifying organisms by comparing the special molecular sequences of DNA. DNA-യുടെ സ്പെഷ്യൽ മോളിക്കുലാർ സീക്വൻസ് അല്ലെ. ഇപ്പൊ ഇപ്പം മനുഷ്യന്റെ DNA പോലെ ആയിരിക്കില്ല ആനയുടെ DNA ഉണ്ടാവും അല്ലെ. DNA-യിലെ സീക്വൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. So DNA barcoding is the technology of classifying organisms by comparing the special molecular sequences. This is the most scientific technology for identifying the species in modern biological researches. Unlike the traditional methods, it helps to recognize the species at molecular level. അല്ലെ, അപ്പം DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതില് നമ്മള് DNA ബാർകോഡിംഗിൽ അതിന്റെ മോളിക്കുലാർ ലെവൽ അല്ലെ, മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ടുള്ള ലെവലില് അതിനെ അനലൈസ് ചെയ്യാണ്. This is made possible by the creation and sharing of DNA barcodes by the researchers and the laboratories all over the world. Classification has an impact on all areas such as characteristics of organisms, ecological interaction, biological evolution, biodiversity, conservation, and biotechnology. There are millions of species on Earth that are yet to be identified. നമ്മൾ വിചാരിക്കും നമ്മുടെ ലോകത്തുള്ള എല്ലാ ആനിമൽസിനെയും അല്ലെ എല്ലാ ജീവജാലങ്ങളെയും കണ്ടെത്തി എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഇനിയും കണ്ടുപിടിക്കാത്ത മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ഈ ഒരു എർത്തിൽ തന്നെ ഉണ്ട്. Some became extinct even before they had a name of their own. അല്ലെ, ചിലത് നമ്മള് പോയി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഒത്തിരി എണ്ണം നമ്മൾ കണ്ടുപിടിക്കാത്ത കുറെ എണ്ണം ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും അല്ലെ. Certain others are facing the threat of extinction. ചിലത് എക്സ്റ്റിങ്ഷന്റെ വഴിവെക്കിലായിരിക്കും ഉണ്ടാവുക. It is the responsibility of mankind to recognize all these species and protect them as they stand at the highest level of the taxonomical hierarchy. Only through this can man also ensure his സർവൈവൽ. അപ്പം നമ്മള് ബാക്കിയുള്ള ഓർഗാനിസത്തിനൊക്കെ നമ്മള് കാര്യമായിട്ട് നോക്കി ശ്രദ്ധിച്ചാൽ മാത്രമേ മനുഷ്യന്മാർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഭൂമിയില് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? ക്ലാസിഫിക്കേഷൻ എന്താണ്, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെ. ഇതാ ബാക്ടീരിയ, ആർക്കെ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ. അതിനകത്ത് തന്നെ ആനിമേലിയന്റെ അകത്ത് നമ്മള് ഫൈലംസ് പഠിച്ചു അല്ലെ. കുറെ ഫൈലംസ്, കോഡേറ്റ് എന്താ, നോട്ടോകോഡ് എന്താന്നൊക്കെ പഠിച്ചു. സബ് ക്ലാസസും ക്ലാസസ് ഒക്കെ പഠിച്ചു അല്ലെ. പിസസ്, മമേലിയ, റെപ്റ്റീലിയ, എയ്ഡ്സ്, മാമൽ മീൻസ് ആംഫീബിയ ഒക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പ്ലാന്റ്സിലേക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? വൈറസിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വൈറസിന്റെ അടുത്തേക്ക് പോയി DNA ബാർകോഡിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എങ്ങനെ ഓരോ ജീവജാലങ്ങളെയും പുതുതായിട്ട് കണ്ടുപിടിക്കുന്നത്, DNA ബാർകോഡിംഗ് എന്താണെന്ന് പഠിച്ചു അല്ലെ. മോളിക്കുലാർ ലെവലിലുള്ള അനാലിസിസ്, അതാണ് DNA ബാർകോഡിംഗ് ചെയ്യുന്നത്. സോ ഇത്രയായിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.